Whoa! Hello, good morning, good afternoon, good evening, ladies and gentlemen. Welcome to my channel, guys. എന്തൊക്കെയുണ്ട് സുഖമായിരിക്കും പ്രതീക്ഷിക്കുന്നു. കാന്താര ചാപ്റ്റർ 1 പടം കണ്ടു. ഇപ്പോൾ വീട്ടിൽ കയറി വന്നേ ഉള്ളൂ. രാത്രി 8:45 ഷോയിനാണ് കയറിയത്. കിട്ടിലൻ വൈബ് എന്നൊക്കെ പറഞ്ഞാൽ കിട്ടിലൻ വൈബ്. പക്ഷേ വല്ലാത്തൊരു വിഷമുണ്ടായിരുന്നു. ആ വിഷമം ഇപ്പോൾ മാറി. രാവിലത്തെ കാര്യമാണ് പറയുന്നത്. സീരിയസ്ലി മാൻ, ഇത് ഞാൻ വെറുതെ പറയുന്നില്ല. വല്ലാത്തൊരു വിഷമായിരുന്നു. കാരണം ആദ്യത്തെ ഷോയിന് തന്നെ കയറാൻ പറ്റിയില്ല. മറ്റു ചില തിരക്കിലൊക്കെ പെട്ടുപോയതാണ്. അപ്പോൾ വല്ലാത്തൊരു എക്സ്പെക്റ്റേഷൻ ഓൾറെഡി ഉണ്ട് ഈ സിനിമ കാണാൻ. എക്സ്പെക്റ്റേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പെക്റ്റേഷൻ അറ്റ് ഇറ്റ് സ്പീക്ക്. കാരണം ഓൾറെഡി നമ്മൾ കാന്താര കണ്ടതാണ്. അപ്പോൾ അതിൻ്റെ വേറൊരു പരിപാടിയാണ്. അതും 125 കോടി രൂപ പടം. അപ്പോൾ ഇങ്ങനെ ഇരിക്കുകയാണ് നമ്മൾ. എക്സ്പെക്റ്റേഷനൊക്കെ കയറി കൊതിയോട് കൂടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കുന്ന പടമാണ്. അപ്പം നമ്മൾ എത്രയൊക്കെ എന്താ പറയുക, ആൾക്കാരുടെ റിവ്യൂസ് കേൾക്കാതെ സിനിമ കാണാൻ വേണ്ടി പോകണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാലും 8:45 വരെയൊക്കെ നമുക്ക് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്തുകൊണ്ടിരിക്കാനൊന്നും പറ്റില്ല. എങ്ങനെയെങ്കിലുമൊക്കെ കണ്ട ആൾക്കാർ പറയുന്ന അഭിപ്രായങ്ങൾ നമ്മുടെ ചെവിക്കകത്തേക്ക് എത്തും. അപ്പോൾ കണ്ട ആൾക്കാരൊക്കെ ആണെങ്കിൽ ഗംഭീര അഭിപ്രായമാണ് പറയുന്നത്. അപ്പം ഓൾറെഡി എക്സ്പെക്റ്റേഷനിലിരിക്കുന്നു, ഓൾറെഡി കൊതിച്ച് കാത്തിരിക്കുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ കണ്ട ആൾക്കാർ ഗംഭീര അഭിപ്രായവും പറയുമ്പോൾ ഈ കൊതി ഇങ്ങനെ കയറി വരികയാണ്. ഉള്ള എക്സ്പെക്റ്റേഷൻ്റെ മേളിലേക്കായി എക്സ്പെക്റ്റേഷൻ. അപ്പം 8:45 വരെ ക്ഷമയോട് കൂടിയിട്ട് കാത്തിരിക്കണം. ഇത് കാണാൻ വേണ്ടിയിട്ട് കാത്തിരിക്കണം. അപ്പോൾ നല്ല മണമുള്ള നല്ല ചിക്കൻ ബിരിയാണി മുമ്പിലിരിക്കുന്ന സമയത്ത് തിന്നാൻ പറ്റാത്ത അവസ്ഥ എന്നൊക്കെ പറയില്ലേ, ആ ഒരു അവസ്ഥയിലൂടെയാണ് ഞാൻ ആക്ച്വലി കടന്നുപോയത് 8:45 വരെ. അങ്ങനെ 8:20 ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. ആവേശത്തിൽ വളരെ സന്തോഷത്തിൽ അങ്ങോട്ട് ഇറങ്ങി തിയേറ്ററിലേക്ക് കയറി അങ്ങോട്ട് പ്രസൻ്റായി. പിന്നെ അങ്ങോട്ട് പടം തുടങ്ങുകയാണ്. സീരിയസ്ലി മാൻ, ഫസ്റ്റ് ഹാഫിനെ കുറിച്ചിട്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. അത് നോർമൽ സംഗതികളൊക്കെയാണ്. പക്ഷേ ഓവറോൾ ഈ പടം എടുത്തു നോക്കുന്ന സമയത്തുണ്ടല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓൾറെഡി എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു. ആൾക്കാരുടെ അഭിപ്രായങ്ങളും കൂടിയും കേട്ടപ്പോൾ ആ എക്സ്പെക്റ്റേഷൻ ഹെവിയായി. സാധാരണ എക്സ്പെക്റ്റേഷനൊക്കെ പീക്ക് ലെവലിലേക്ക് അതിര് വിട്ട് പോയി കഴിഞ്ഞാൽ പടം കണ്ടു കഴിഞ്ഞാൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടൽ കുറവാണ്. പക്ഷേ ഈ പടത്തിൻ്റെ കേസിലുണ്ടല്ലോ, ഓൾറെഡി എക്സ്പെക്ട് ചെയ്തു, ആൾക്കാർ പറയുന്നത് കേട്ടിട്ട് എക്സ്പെക്റ്റേഷൻ കയറി. ഈ പടം കണ്ടപ്പോൾ ആ എക്സ്പെക്റ്റേഷൻ്റെ മുകളിലുള്ളൊരു എക്സ്പീരിയൻസ് ആണ് പേഴ്സണലി എനിക്ക് കിട്ടിയത്. കിട്ടില്ല പടം. കിട്ടില്ല പടം. നമ്മുടെ മുകളിലേക്കും ഈ പരിപാടികളൊക്കെ കയറുന്ന ഒരു ഫീലൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഭയങ്കര സൗണ്ട് ക്വാളിറ്റി ആയിരുന്നു ഞാൻ കയറിയ തിയേറ്ററിൽ. അപ്പം മൊത്തത്തിൽ ആ ഒരു ആംബിയൻസും പരിപാടികളും കിട്ടില്ല എക്സ്പീരിയൻസ്. കിട്ടില്ല പടം. ആദ്യം എടുത്ത പടം 14 കോടി രൂപ, ഇപ്പം 125 കോടി രൂപ പടം. അത് നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാനുണ്ട്. ഈ എല്ലാ രീതിയിലും VFX ആയിക്കോട്ടെ, എവരിത്തിങ് മിസ്സാക്കരുത്. ഈ സിനിമയെ കുറിച്ചിട്ട് കൂടുതൽ എന്ത് പിണ്ണാക്കാണ് ഇനി പറയേണ്ടത് ഞാൻ? പ്ലാൻ ഉണ്ടെങ്കിൽ തിയേറ്ററിൽ പോയി കാണുക, എക്സ്പീരിയൻസ് ചെയ്യുക. കാന്താര ഫസ്റ്റത്തെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് മിസ്സാക്കരുത്, കയറി കാണുക മോനെ. എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസ്. റൈറ്റർ ഡയറക്ടർ ഋഷഭ് ഷെട്ടി. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കാന്താരയുടെ എനിക്ക് ബ്ലോഗ് കിട്ടിയ വീഡിയോ ട്രെയിലർ റിയാക്ഷൻ ചെയ്ത സമയത്ത് അതിൻ്റെ അകത്ത് പറഞ്ഞ കാര്യം തന്നെയാണ്. എനിക്ക് ഋഷഭ് ഷെട്ടി ഒരു അത്ഭുതമാണ്. എപ്പിടാ എന്താ മാതിരി പണ്ണ് പിടിയത് സാർ. ഞാനൊരു അഭിനയമോഹിയാണ്. നിങ്ങൾ വല്ല ആക്ടിങ് ക്ലാസ്സോ പരിപാടിയൊക്കെ തുടങ്ങേണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ നിങ്ങളുടെ കൂടെ വന്നിരുന്ന് പഠിക്കാനാണ് ആഗ്രഹിക്കുന്നത്. കാരണം എനിക്ക് അത്ഭുതമാണ് എങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ഒരു സൈഡിൽ കൂടെ എഴുതണം, കിടിലൻ എഴുത്ത്, അതിൻ്റെ കൂടെ ഡയറക്ഷൻ, അഭിനയിക്കുകയും വേണം. ഹെക്ടിക്, തല പൊട്ടിപ്പോവില്ലേ, പ്രഷർ വരൂലേ, ടെൻഷൻ അടിക്കൂലേ, ഇയാൾ എങ്ങനെ ഇത് ചെയ്യണം? എല്ലാ രീതിയിലും പൊളി, ഡയറക്ഷനും പൊളി. അഭിനയത്തിൻ്റെ കാര്യം പറയണമെന്നുണ്ടെങ്കിൽ എടോ എനിക്കിത് എങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്? ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമെന്ന് അറിയില്ല. കാന്താര ഫസ്റ്റ് കണ്ടിട്ട് ഇയാളുടെ പെർഫോം ചെയ്യാൻ നിന്നിട്ട് എങ്ങനെയാണ് കയ്യും ഒരേ സമയത്ത് ഇങ്ങനെ ബ്രീത്ത്, അതേപോലെ എനർജി. ഈ ബ്രീത്ത് എനർജിയും ഭയങ്കരമായിട്ട് വേണം ആ ഒരു പെർഫോമൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബ്രീത്ത് മൂഞ്ചലാണെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റില്ല, കഷ്ടമാണ്. എങ്ങേര് നല്ല രീതിയിൽ പണിയെടുത്തിട്ടുണ്ട്, നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ പണിയെടുത്തിട്ടുണ്ട്. അത് നല്ല രീതിയിൽ തന്നെ അത് വന്നിട്ടുമുണ്ട്.
അത് പടം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും എങ്ങനെ പെർഫോം ചെയ്യാൻ പറ്റും, ഇങ്ങനെ പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. കിട്ടിലൻ ആക്ടർ, കിട്ടിലൻ പെർഫോമൻസ്. ഋഷഭ് ഷെട്ടി എന്ന് പറഞ്ഞ ഷെട്ടി പൊളിപ്പടം, പൊളി. പിന്നെ എന്താ പറയുക, ഇതിൻ്റെ അകത്തുള്ള നിങ്ങൾ പോയി അനുഭവിക്കേണ്ട സംഭവമാണ്. ഇതിൻ്റെ അകത്തുള്ള ഇതുണ്ടല്ലോ സെക്കൻഡ് ഹാഫൊക്കെ ആവുന്ന സമയത്ത് നമ്മളിങ്ങനെ കാത്തിരിക്കും അണ്ണൻ്റെ പെർഫോമൻസ് കാണാൻ. മനസ്സിലായ ഇതിൻ്റെ ഒരു എലവേഷൻ പരിപാടികളൊക്കെ വേറെ സമയത്ത് കിട്ടുന്ന ഒരു കേക്ക് ഉണ്ട്. സെക്കൻഡ് ഹാഫിൽ മറ്റേ സോങ് ഒക്കെ വരുവേ, അതൊക്കെ വരുമ്പോൾ തന്നെ തിയേറ്ററിൽ കാണുന്ന സമയത്ത് കിട്ടുന്ന ഒരു സാധനമുണ്ട് മാൻ. അതാണ് ആ പെർഫോമൻസും കൂടി ആവുന്ന സമയത്തേ ഇതിലൊരു സീനുണ്ട് രാത്രിക്കുന്ന സമയത്ത്, മറ്റേ പാമ്പ് ഇങ്ങനെ കീറി നിൽക്കുന്ന സമയത്ത് അണ്ണൻ ഇങ്ങനെ നിൽക്കുന്ന ഒരു നിൽക്കലൊക്കെ ഉണ്ട്. അത് പടം കണ്ട ആൾക്കാരൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതൊക്കെ കാണുമ്പോൾ നമുക്കിങ്ങനെ രോമാഞ്ചമാണ്. തുടക്കം തന്നെ ചോദിച്ചത് എപ്പിടി പണ്ണോടി ഇത് എന്താ മാതിരി ഇയാള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇയാൾക്കെ പറ്റൂന്നാണ് എനിക്ക് തോന്നണേ. എനിക്ക് അങ്ങനെ പറഞ്ഞാൽ ഇഷ്ടം. നമുക്ക് വി ഹാവ് ലോട്ട് ഓഫ് ഗുഡ് ആക്ടേഴ്സ് ഹിയർ. അതൊക്കെ നമ്മൾ ഇതാകുന്നു. പക്ഷെ ഈ സാധനം ഇപ്പം ചിലത് ചിലർക്കേ പറ്റൂ, അല്ലെങ്കിൽ ചിലത് ചിലർക്ക് പറഞ്ഞിട്ടുള്ളതാന്ന് പറയുന്നൊരു സാധനം ഉണ്ട്. അതെനിക്ക് ഇത് കാണുമ്പോൾ, കാന്താര ആദ്യത്തെ കണ്ട സമയത്താണെങ്കിലും എനിക്ക് അത്ഭുതമായിരുന്നു. ഇത് കണ്ട സമയത്താണെങ്കിലും സാധാരണ ആദ്യത്തെ എടുക്കുന്ന സമയത്ത് രണ്ടാമത്തിലേക്ക് വരുന്ന സമയത്ത് ആദ്യത്തേൻ്റെ അത്ര വരില്ല എന്നുള്ളൊരു ഇതൊക്കെ ഉണ്ട് ആക്ച്വലി. പക്ഷെ ഇതിലേക്ക് വരുന്ന സമയത്ത് അതിൻ്റെ മുകളിലേക്ക് ഈ സാധനം എത്തിച്ചിട്ടുണ്ട്. ബഡ്ജറ്റ് മാത്രമല്ല കയറിയിരിക്കുന്നത്, ബഡ്ജറ്റും കയറിയിട്ടുണ്ട്, ക്വാളിറ്റിയും കയറിയിട്ടുണ്ട്, അതേപോലെ തന്നെ കണ്ട് അത് നമുക്ക് കാണാനുണ്ട്. എവറിത്തിങ് എല്ലാം കൊണ്ടും എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് വർക്കായി, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ തമിഴാണ് ആക്ച്വലി കണ്ടത്. ബട്ട് ഞാൻ തമിഴ് നന്നായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. മലയാളം കൂടി ഒന്ന് കാണണം. എന്തായാലും രണ്ടാം തവണ കാണാനുള്ള ഉദ്ദേശമുണ്ട്. കാരണം ഇതൊക്കെ അങ്ങനെ പീക്ക് ലെവൽ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഇനി ഒന്നും കൂടി കാണാൻ വേണ്ടി പോകുന്ന സമയത്ത് മലയാളം ഓടുന്നുണ്ടല്ലോ, അപ്പോൾ പിന്നെ അതും കൂടി കാണാം എന്നുള്ളൊരു പ്ലാനിലാണ്. പിന്നെ നമ്മുടെ ജയറാമേട്ടൻ സന്തോഷമായി കണ്ടപ്പോൾ. കാരണം ഹീസ് എ ഗുഡ് ആക്ടർ, ഹീസ് എ എക്സലൻ്റ് ആക്ടർ. അയാൾ ചെയ്യാത്തതാണോ അല്ലെങ്കിൽ അയാളെ കൊണ്ട് ചെയ്യിക്കാത്തതാണോ എന്ന് എനിക്കറിയില്ല. എന്തുകൊണ്ടാണെങ്കിലും നല്ല സാധനങ്ങൾ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പുള്ളി കിടുവായിട്ട് ചെയ്യുന്ന ആളാന്നുള്ളത് അറ്റ്ലീസ്റ്റ് എനിക്കറിയാം. ഞാനങ്ങനെ മനസ്സിലാക്കുന്നു. ഇതിൻ്റെ അകത്തേക്ക് വരുന്ന സമയത്ത് ഇങ്ങനെ കിടുവായിട്ട് ചെയ്തിട്ടുണ്ട് മാൻ. കിട്ടില്ല ക്യാരക്ടർ. അത് ഞാൻ ട്രെയിലർ റിയാക്ഷൻ ചെയ്ത സമയത്ത് അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വീഡിയോ ഇടാൻ വേണ്ടി പറ്റാത്തതുകൊണ്ടാണ്, ബ്ലോക്കായി പോയി. അതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ജയറാമേട്ടൻ ഇതിൻ്റെ അകത്ത് കലക്കും. ജയറാമേട്ടൻ ഇതിൻ്റെ അകത്ത് റോള് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജയറാമേട്ടനെ അവർ പറ്റിക്കൂല, കോമാളിയാക്കൂല എന്നുള്ളത് ഡാം ഷുവർ എന്നുള്ളത് ഞാൻ ആ വീഡിയോൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സിനിമ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ക്യാരക്ടർ കിടുവായിട്ട് പുള്ളി പെർഫോം ചെയ്തിട്ടുണ്ട്. ജയറാമേട്ടനെ കുറിച്ച് സംസാരിക്കേണ്ടത് നമ്മുടെ നടനല്ലേ. അപ്പോൾ അന്യഭാഷയെ പോയിട്ട് നമ്മളെപ്പോഴും പുള്ളിനെ ക്രിട്ടിസൈസ് ചെയ്യാണ് ചെയ്തിരിക്കുന്നത്. പോരാ കോമാളിയാക്കി പറഞ്ഞിട്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് വരുന്ന സമയത്ത് കിടിലൻ ക്യാരക്ടറും കിടിലനായിട്ട് പുള്ളി പെർഫോം ചെയ്യുന്ന സമയത്ത് നമ്മുടെ മുത്തിനെ കുറിച്ച് നമ്മൾ ചൂണ്ടിക്കാണിക്കണം, കിഡു എന്നുള്ളത് പറയണം. ഞാൻ ഇപ്പോൾ ഇത്ര പറഞ്ഞുകൊണ്ടിരിക്കണേ. അടിപൊളി ക്യാരക്ടർ, അടിപൊളിയായിട്ട് മുമ്പിൽ ചെയ്തിട്ടുണ്ട് മോനെ. അതൊരു കൈൻഡ് ഓഫ് ക്യാരക്ടറാ. അത് ബോഡി ലാംഗ്വേജിലാണെങ്കിലും അല്ലെങ്കിൽ ഡബ്ബിങ് ജയറാമേട്ടൻ്റെ കേസ് എടുത്ത് പറയണ്ട. അയാള് അപാര ചുറ്റു ഡബ്ബിങ് അല്ല എന്തായാലും പറയുക. അയാളുടെ അങ്ങനെ തന്നെയല്ലേ തമിഴും ചെയ്തിരിക്കുന്നത്. അയാളെ ഞാൻ റെസ്പെക്ട്ഫുൾ ആയിട്ടാട്ടോ പറയണത്. അയാൾ എന്ന് പറയുന്ന പോലെ പറയുന്നതാണ്. തമിഴും പുള്ളി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പൊളി, ഭയങ്കരം. പിന്നെ രുക്മിണി നടി, ഷീ ഈസ് സോ ബ്യൂട്ടിഫുൾ. ബ്യൂട്ടിയൊക്കെ അവിടെ ഇരിക്കട്ടെ, കിടിലൻ ക്യാരക്ടറാണ്. ഇതിൻ്റെ അകത്ത് അവർക്കും പെർഫോം ചെയ്യാനുണ്ട്. കില്ലാടി പെർഫോമൻസ്. അവരൊക്കെ കണ്ടെന്നിട്ട് അഴിഞ്ഞാടെയാണ് ഇതിൻ്റെ അകത്ത്. പൊളി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താണ് ഇതിൻ്റെ അകത്ത് എടുത്തു പറയേണ്ടത്? ബാക്കി നിങ്ങൾ പടം കാണാൻ കൂടുതലൊന്നും ഞാൻ പറഞ്ഞിട്ട് ഇതാവുന്നില്ല. ഓൾറെഡി ഞാൻ സംസാരിച്ച് വരുമ്പോൾ ഓവറാവുണ്ടോ എന്നൊരു ഡൗട്ട് എനിക്കുണ്ട്. അതിനിപ്പോൾ ഞാൻ പറഞ്ഞു കൂടുതൽ ഓവറാക്കുന്നില്ല. നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യും. എന്തായാലും കാന്താര കണ്ടവർ, കാന്താര ഇഷ്ടപ്പെട്ട ആൾക്കാർ, ഇപ്പം ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല, കാന്താര ഇഷ്ടപ്പെട്ട ആൾക്കാർ ഇത് തിയേറ്ററിൽ തന്നെ പോയിട്ട് കാണും. കാന്താര ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് ഐ എം ഡാം ഷുവർ ഭൂരിഭാഗം വരുന്ന ആൾക്കാർക്കും ഈ പടം വർക്കാവും. ആദ്യത്തേനെക്കാട്ടിലും ഇഷ്ടപ്പെടും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്കറിയില്ല, എൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. പൊളി സാധനം കാന്താര. ഋഷഭ് ഷെട്ടി, യു മാൻ.
ഇനിയും വരുന്നുണ്ട് കേട്ടോ പരിപാടി, കഴിഞ്ഞിട്ടില്ല കാന്താര, ഇനിയും ഐറ്റം വരുന്നേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് സെക്കൻഡ് ഹാഫിൽ കുറേ പരിപാടികളുണ്ട്. ഇതിൻ്റെ അകത്ത് ഗൂസ്ബം പട്ടിക്കുന്ന അല്ലെങ്കിലും സാധനങ്ങൾ ആക്ച്വലി ഉണ്ട്. ഇവരുടെ പെർഫോമൻസ് കാണുമ്പോൾ ഇയാളിങ്ങനെ നിൽക്കുന്ന സമയത്ത് തന്നെ നമുക്ക് കിട്ടുന്ന ഒരു കിക്ക് ഉണ്ട്. ഹെവി പൊളി സാധനം. ശരി എന്നാൽ ബൈ. ഞാൻ വീണ്ടും പറയുന്നു, എൻ്റെ തമ്പനിയിൽ കണ്ടിട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. തമ്പനിയിൽ ഞാൻ അങ്ങനെ കൊടുക്കാൻ കാരണം തന്നെ എനിക്ക് വീഡിയോൻ്റെ അകത്ത് ഇത് പറയാൻ വേണ്ടിയിട്ടാണ്. അതായത് എക്സ്പെക്റ്റേഷൻ ഒരുപാട് ഉണ്ടായിട്ട് ഉള്ള പടം, ഓൾറെഡി എക്സ്പെക്റ്റേഷൻ ഉള്ള പടം, ആളുകളുടെ അഭിപ്രായവും കേട്ട് ആ എക്സ്പെക്റ്റേഷൻ അതിൻ്റെ മുകളിലേക്ക് പോയി, അതിൻ്റെ മുകളിലേക്ക് പോയ എക്സ്പെക്റ്റേഷൻ വെച്ച് തിയേറ്ററിൽ പോയിട്ട് പടം കണ്ടിട്ട് അതിൻ്റെ മുകളിലേക്കുള്ള എക്സ്പീരിയൻസ് ആണ് കിട്ടിയത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് തമ്പനയിൽ ഞാൻ അങ്ങനെ കൊടുത്തത്. അത് മിസ്ലീഡിങ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യണ്ട. ജെന്യുവിൻലി ഐ മീൻ ഇറ്റ്. അതുകൊണ്ടാണ് ഞാൻ തമ്പനയിൽ കൊടുത്തത്. ഓക്കെ, ബൈ.